നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തി പരസ്യമായി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം ജനപ്രതിനിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി കോൺഗ്രസും UDFും മാറിയെന്നും മുഖ്യമന്ത്രി. തോമസ് ചാഴികാടന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പാലായിൽ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 1,29,00,000 രൂപ ചെലവ്. പാത പൂർത്തിയാകുമ്പോൾ ആശുപത്രിക്ക് മുന്നിലെ അപകടങ്ങൾ ഒഴിവാകും. വാർത്തകൾ വിശദമായി. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിട്ടുണ്ട്. മോൻസ് ജോസഫ് MLAയുടെ ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. UDFിൽ പൊട്ടിത്തെറി. മോൻസ് ജോസഫ് MLAയുടെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ച് UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. തന്നെ പാർട്ടി വേദികളിൽ നിന്നും UDF ചടങ്ങുകളിൽ നിന്നും മാറ്റി നിർത്തുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും സജി രാജിവെച്ചു. ഏറെ നാളെയുള്ള അപമാനം സഹിക്കവയ്യാതെയാണ് രാജി. പാർട്ടി ചെയർമാൻ PJ ജോസഫ് തന്നോട് ഏറ്റവും മാന്യമായാണ് പെരുമാറുന്നത്. എന്നാൽ മോൻസ് ജോസഫ് പലപ്പോഴും പരസ്യമായി അധിക്ഷേപിക്കുകയും ഫോണിലൂടെ തീർത്തും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തതായി സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. മത്സരിക്കും. പൂഞ്ഞാർ സീറ്റ് നമുക്ക് കിട്ടുമെങ്കിൽ ഞാൻ മത്സരിക്കാം. പൂഞ്ഞാർ സീറ്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. 3 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പൂഞ്ഞാർ നമുക്ക് ആദ്യം ഒഴിവാക്കണം. സാധ്യതയില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു 2ാമത് സീറ്റ് ചങ്ങനാശ്ശേരി ഉണ്ട്, ഏറ്റുമാനൂരിൽ എന്നെ പരിഗണിക്കും. പക്ഷേ സംഭവിച്ചത് ആ സമയത്ത് പാർട്ടിയില്ലാത്ത ആളുടെ പുതുതായി പാർട്ടിയിലേക്ക് കൊണ്ട് ജോസഫ് സാറെ ഒരു കുറ്റക്കാരൻ ഞാൻ പറയില്ല. ജോസഫ് സാറിനെ കൊണ്ടത് ചെയ്യിപ്പിക്കും. കൊണ്ടുവന്ന് ഏറ്റുമാനൂർ സീറ്റ് എനിക്ക് തന്നില്ല, ചങ്ങനാശ്ശേരി സീറ്റ് എനിക്ക് തന്നില്ല, മാറിക്കാൻ പറഞ്ഞാൽ മാറുന്നില്ല. ആ സമയത്താണ് ജോസഫ് സാറിനോട് എനിക്ക് ജില്ലാ UDF ചെയർമാൻ സ്ഥാനം വാങ്ങിക്കൊള്ളു. ഇങ്ങനെ വീണ്ടും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പായി. ആ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എനിക്കറിയാം എന്നെ മാറ്റണമെന്നുള്ള ശക്തമായ സമ്മർദ്ദം PJ സാർ എടുത്തിരുന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ തുടരുമ്പോൾ സജി മഞ്ഞക്കടമ്പിനെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അന്ന് ജില്ലാ പ്രസിഡന്റായിട്ട് തോന്നുന്നു. പക്ഷേ ജില്ലാ പ്രസിഡന്റായിട്ട് വന്നപ്പോഴും അത് ബഹുമാനപ്പെട്ട മോൻസ് ജോസഫ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനിവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഉദ്ഘാടകനായി വിളിച്ചിട്ട് അദ്ദേഹത്തിന് എന്നോട് ശോഭിക്കും. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ നാമനിർദ്ദേശക പത്രിക സമർപ്പണ വേളയിൽ തന്നെ ഒഴിവാക്കിയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഫ്രാൻസിസ് ജോർജും ഇക്കാര്യത്തിൽ ജില്ലാ അധ്യക്ഷനായ തന്നോട് നീതി പുലർത്തിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDFിനെ പരിഹസിച്ച് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇടതുമുന്നണിയുടെ ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് UDF ജില്ലാ ചെയർമാൻ രാജിവെച്ചതെന്ന് VN വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF തകർച്ചയുടെ വക്കിലെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇടതുമുന്നണിയുടെ ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് കോട്ടയത്ത് UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതെന്നും VN വാസവൻ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വംശനാശം സംഭവിക്കുന്ന പാർട്ടിയായി UDF മാറുമെന്നും UDFിൽ നിന്ന് ഇനിയും ആളുകൾ BJPയിലേക്ക് പോകുമെന്നും VN വാസവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDF രാഷ്ട്രീയം തകർച്ചയുടെ വക്കിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുദൂരം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ വമ്പിച്ച ജനകീയ മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് കോട്ടയത്ത് UDFിന്റെ ജില്ലാ ചെയർമാൻ തന്നെ രാജിവെച്ച് അതിനോട് വിട പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ എത്തി. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളാവണം ജനപ്രതിനിധിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തോമസ് ചാഴികാടൻ രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോക്സഭയിൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട ശബ്ദമാണ് ചാഴികാടന്റേത്. നിലപാടുകളിൽ തെളിമയും ആശയ വ്യക്തതയുമുള്ള വ്യക്തിയാണ് തോമസ് ചാഴികാടൻ. തോമസ് ചാഴികാടനെ പോലെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ പ്രതിനിധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും പ്രിയങ്കർക്കും അഭിമാനഭാജനവുമാണ്. കാരണം ഒരു തരത്തിലുള്ള കളങ്കവും അദ്ദേഹത്തെ ഈ ആശയങ്ങളിൽ തികഞ്ഞ
വ്യക്തതയില്ല. നിലപാടുകളിൽ നല്ല തെളിമയുണ്ട്. ഒന്നിനും മറ്റു രീതിയിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. നിലപാടുകളിൽ നിന്നുകൊണ്ട് ഉറച്ചു മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് ആവശ്യം. ഇത്തരത്തിലുള്ള പ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ബി.ജെ.പിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി കോൺഗ്രസും യു.ഡി.എഫും മാറിയിരിക്കുന്നു. കോൺഗ്രസിനും യു.ഡി.എഫിനും ബി.ജെ.പിയിലെ പോലെ സംസ്ഥാന വിരുദ്ധ നിലപാടുകളാണ് ഉള്ളത്. ഫെഡറൽ തത്വത്തിന് എതിരായ നിലപാടാണ് കേന്ദ്രം സംസ്ഥാനത്തോട് പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാഗമായി നിൽക്കാൻ ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടുത്തെ യു.ഡി.എഫിനും കഴിയുന്നില്ല. പലപ്പോഴും അവര് ബി.ജെ.പിയുടെ മനസാക്ഷി സൂക്ഷിക്കുവാനായി മാറും. ബി.ജെ.പിയുടെ ന്യായങ്ങൾ അത് അവതരിപ്പിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ മാറുകയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP, NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, നഗരസഭാധ്യക്ഷൻ ഷാജു തുരുത്തൻ, ബാബു കെ ജോർജ്, ടോബിൻ ജെ അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 18 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലുമുള്ള അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള അപകടങ്ങൾ ഒഴിവാകും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. 1.29 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 18.576 മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകെ നീളം. 5 മീറ്റർ വീതി, ഉയരം 3.5 മീറ്ററും. പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും. OPയിലെത്തുന്ന 3000-ഓളം പേരടക്കം 7000-ഓളം പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിദിനം എത്തുന്നത്. വാഹനങ്ങളുടെയും റോഡ് കുറുകെ കടക്കുന്ന കാൽനടയാത്രക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡിൽ അടിപ്പാത വേണമെന്നുള്ള ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. 2 വർഷം മുൻപ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് മന്ത്രി VN വാസവൻ ഭൂഗർഭപാത എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ ധന്യതയിൽ ഇസ്ലാം ജനത 27ാം രാവിനെ ധന്യതയോടെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട നിർണയത്തിന്റെ രാത്രിയായ ലൈലത്തുൽ ഖദറിന്റെ ധന്യതയിൽ ഇസ്ലാം സമൂഹം. റമദാനിലെ ഏറ്റവും സവിശേഷമായ വശങ്ങളിലൊന്നാണ് ലൈലത്തുൽ ഖദർ. ലൈൽ എന്നാൽ രാത്രിയെന്നും ഖദർ എന്നാൽ വിധിയെന്നുമാണ് അർത്ഥം. 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദർ എന്നാണ് വിശ്വാസം. റമദാൻ നോമ്പാചരണത്തിലെ 27ാം രാവാണിത്. ഈ രാത്രിയിൽ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മവും മറ്റു രാത്രികളിൽ ചെയ്യുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം അർഹിക്കുന്നതാണ്. റമദാനിലെ അവസാന 10-ലെ 27ാം ദിവസമാണ് ലൈലത്തുൽ ഖദർ. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ചെയ്ത് വിശ്വാസികൾ 27ാം രാവിൽ കഴിഞ്ഞുകൂടും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണ വിരുദ്ധ മണ്ഡലം കൺവെൻഷൻ പൊൻകുന്നത്ത് നടന്നു. വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. KSCBWA സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് ചാക്കോ അധ്യക്ഷനായി. അനൂപ് രാജ് VP വിഷയാവതരണം നടത്തി. വൈദ്യുതി മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമ്മളുടെ ലോഡ് ഷെഡിങ് ഇല്ലാതെ നമ്മൾ ഈ കാലഘട്ടം കഴിഞ്ഞു പോകുന്നു. നമ്മളുടെ ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? നമ്മളുടെ ഊർജ സംരക്ഷണം എന്നുള്ള ഒരു നിലപാടിലേക്ക് പോയി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മളിപ്പം 5034 മെഗാവാട്ടിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അത് ഇനി ക്രോസ് ചെയ്യും. 64 കഴിഞ്ഞു. 104 മില്യൺ യൂണിറ്റാണ് നമ്മളുടെ ഒരു ദിവസത്തെ കൺസംഷൻ. അപ്പം ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ വൈദ്യുതി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ അറിവ് ലഭിച്ചിരുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. സജി മഞ്ഞക്കടമ്പിൽ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ UDFന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. അങ്ങനെ പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ UDF ഉന്നയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും അത് തീർക്കുന്നതിന് ഒരു ചാൻസ് കിട്ടുമായിരുന്നു. അപ്പൊ UDFനകത്ത് അങ്ങനെ ഒരു പരാതിയായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം. സ്വാഭാവികമായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ ആ പാർട്ടി ലീഡർഷിപ്പ് പരിഹാരം ഉണ്ടാക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കോട്ടയം ജില്ലയിൽ 33,041 പുതിയ വോട്ടർമാർ. ജില്ലയിലാകെ 15,99,969 വോട്ടർമാരാണുള്ളത്. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലായി 15,99,969 വോട്ടർമാർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇതിൽ 8,23,655 സ്ത്രീകളും 7,76,298 പുരുഷന്മാരും 16 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു. 18-19 വയസ്സുള്ള 20,836 വോട്ടർമാരുണ്ട്. 85 വയസ്സിന് മുകളിലുള്ള 20,910 വോട്ടർമാരും 15,034 ഭിന്നശേഷി വോട്ടർമാരും ഉണ്ട്. വോട്ടർമാരിൽ 51.48% സ്ത്രീകളും 48.52% പുരുഷന്മാരുമാണ്. 0.01% താഴെയാണ് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ. വോട്ടർമാരിൽ 1.31% പേർ 85 വയസ്സിന് മുകളിലുള്ളവരും 1.3% 18-19 വയസ്സുള്ളവരുമാണ്. 0.94% ഭിന്നശേഷിക്കാർ. 2024 ജനുവരി 22 സംക്ഷിപ്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ജില്ലയിൽ 33,041 പേർ പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. 3,923 പേർ കോട്ടയം ജില്ലയിലേക്ക് പേരുമാറ്റി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, പാലാ നിയമസഭാ മണ്ഡലങ്ങൾ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലം, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികൾ. 17 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും 3 പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 3 പേരുടെ പത്രിക തള്ളി. 14 പത്രികകൾ സ്വീകരിച്ചു. 17 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ബേബി മത്തായി എന്നിവരുടെ പത്രികകളാണ് തള്ളിയത്. വരണാധികാരിയായ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ എന്നിവരും സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എമ്മിലെ തോമസ് ചാഴിക്കാടൻ, കേരള കോൺഗ്രസിലെ കെ. ഫ്രാൻസിസ് ജോർജ്, BDJSലെ തുഷാർ വെള്ളാപ്പള്ളി, ബഹുജൻ സമാജ് പാർട്ടിയിലെ വിജുമോൻ ചെറിയാൻ, SUCICയിലെ തമ്പി, സമാജ്വാദി ജനപരിഷത്തിലെ PO പീറ്റർ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ജോമോൻ ജോസഫ് സ്രാമ്പിക്കൽ, APJ, ജുമൻ VS, സന്തോഷ് ജോസഫ്, റോബി M വർഗീസ്, കറിയ MM, ചന്ദ്രബോസ് P, സുനിൽകുമാർ, ജോസൻ K ജോസ്, മന്മഥൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഏപ്രിൽ 8 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. 3 മണിക്ക് സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നം അനുവദിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. 52,280 രൂപയാണ് പവന്റെ വില. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 6,535 രൂപയിലെത്തി. കഴിഞ്ഞ 9 ദിവസത്തിനിടെ പവന് 2,920 രൂപയാണ് വർദ്ധിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് 960 രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത്. കോട്ടയം മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും വന്യജീവി ശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് കോട്ടയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ ലഭ്യമാക്കുന്നതിനും വിഭവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെൻട്രൽ ഗോൾഡ് സ്റ്റോറേജ് സ്ഥാപിക്കും. കൂടാതെ ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറ, വാഗമൺ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാക്കി ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഈ ടൂറിസ്റ്റ് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുമെന്നും കെ. ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. രാമപുരം നാലമ്പലം, തേവർപ്പറമ്പിൽ കുഞ്ഞച്ചന്റെ കബറിടം, പാലാ കടപ്പാട്ടൂർ ശബരിമല ഇടത്താവളം, ഇടപ്പാടി ക്ഷേത്രം, ഭർണങ്ങ
ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമയുടെ കബറിടം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളെ ഉൾപ്പെടുത്തി പിൽഗ്രീം ടൂറിസം നടപ്പാക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കുമരകം ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്കറിയാം. അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മേഖലകളാണ്. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ പാലായുമായി ബന്ധപ്പെട്ടെടുത്താൽ ഇല്ലിക്കൽ കല്ല്, ഇലവിഴ, പുഞ്ചിറ തുടങ്ങിയ മേഖലകൾ വലിയ സാധ്യതയുള്ള മേഖലകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ബന്ധപ്പെടുത്തി ഈ പറയുന്ന കുമരകം ഉൾപ്പെടെ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഇതുപോലെ വളർത്തിയെടുക്കാൻ സാധ്യതയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു ടൂറിസം സർക്യൂട്ട് നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഏറ്റവും, അതായത് ഒരു പിൽഗ്രിം ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ ഈ പ്രദേശം. നമുക്കറിയാമല്ലോ, ഏറ്റവും പൗരാണികമായിട്ടുള്ള ഒട്ടേറെ ആരാധനാലയങ്ങളുള്ള ജില്ലയാണ് കോട്ടയം. കാർഷിക പ്രശ്നങ്ങളും വന്യജീവി ശല്യവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി പാർലമെന്റിന്റെ അകത്തും പുറത്തും പോരാട്ടം നടത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. കോട്ടയം ജില്ലയുടെ പരിധിയിൽ വരുന്ന പരാതികൾ കേൾക്കുന്നതിനായി ഏപ്രിൽ 17 രാവിലെ 11 മണിക്ക് കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സിറ്റിംഗ് ജൂൺ 12 മാറ്റിവെച്ചതായി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി സെക്രട്ടറി അറിയിച്ചു. സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ടാലി എന്നീ കോഴ്സുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. ഫോൺ 9895041706. കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സീഡിറ്റ് 5 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഏപ്രിൽ 10 അപേക്ഷിക്കാം. 2 മാസത്തെയാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്കും സ്കൂൾ ബാഗും സൗജന്യമായി നൽകും. വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പർ 9895889892. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തി പരസ്യമായി. UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം ജനപ്രതിനിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി കോൺഗ്രസും UDFും മാറിയെന്നും മുഖ്യമന്ത്രി. തോമസ് ചാഴികാടന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പാലായിൽ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 1,29,00,000 രൂപ ചെലവ്. പാത പൂർത്തിയാകുമ്പോൾ ആശുപത്രിക്ക് മുന്നിലെ അപകടങ്ങൾ ഒഴിവാകും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.